ദിലീപേട്ടൻ്റെ കംബാക്ക് ആണോ? പിന്നല്ല, അങ്ങനെ തന്നെ പറയാം. ഇങ്ങനെ പടം കാണുന്നു. ദിലീപേട്ടൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ്. നല്ല സിനിമ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് നമ്മൾ ഇത്ര നാൾ കണ്ട ദിലീപേട്ടൻ്റെ ഫിലിം എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് ബാക്കിലോട്ടാണെങ്കിലും ഇത് സത്യം പറയാം നല്ല സിനിമ. എല്ലാവരും പറ്റുമെങ്കിൽ തിയേറ്ററിൽ പോയി കാണാം. നല്ല സിനിമയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനിതിൽ ചെറിയ റോള് ഈ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിന് എനിക്ക് വളരെ സന്തോഷം. അടുത്തിറങ്ങിയതിൽ വെച്ച് ഏറ്റവും നല്ല സിനിമയാണ്. കാരണം ഇത് വൈറലാവാൻ വേണ്ടി നടക്കുന്ന ഒരു ഭാഗം അലൻ ജോസ് പെരേരയെ പോലുള്ള വൃത്തികെട്ടവന്മാരുടെ കഥ പറയുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും നമ്മൾ കാണേണ്ട സിനിമ തന്നെയാണ്. കാരണം ഒരുപാട് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് സ്വന്തം കുടുംബത്തിലെ കഥകൾ പോലും കണ്ടന്റുകളാക്കി ക്രിയേറ്റ് ചെയ്ത് വൈറലാവാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അലൻ ജോസ് പെരേരയൊക്കെ പോലുള്ള വൃത്തികെട്ടവന്മാരുടെ കണ്ടന്റിനെ ബേസ് ചെയ്തുള്ള സിനിമയാണ്. ഈ സിനിമ ഓടണം, ഈ സിനിമ സമൂഹത്തിന് ഒരു മാതൃകയായി മാറട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അടിപൊളി സിനിമയാണ്. എന്തായാലും ദിലീപേട്ടൻ്റെ ഈ അടുത്തിറങ്ങിയാൽ ഏറ്റവും മികച്ച സിനിമയായിട്ട് ഇത് മാറാൻ സാധ്യതയുണ്ട്. എന്തായാലും ഫാമിലിയായിട്ട് നമുക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ വന്ന് കാണാം. നല്ല പടമാണ്, നല്ലൊരു മെസ്സേജ് ഉണ്ട്. ബ്ലോഗേഴ്സിന് ഇപ്പോൾ നിലവിലുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ്, അത് യാഥാർത്ഥ്യമായിട്ടുള്ള സത്യങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു പ്രവണത, അത് നല്ലതല്ല എന്നുള്ള നല്ലൊരു ബെസ്റ്റ് മെസ്സേജ് ഈ പടത്തിലുണ്ട്. ദിലീപേൻ്റെ ആക്ടിങ് ഉണ്ടായി, അത് നല്ലതാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ദിലീപിൻ്റെ ഒരു തിരിച്ചുവരവ് എന്ന് വേണം പറയാൻ. വളരെ നല്ല പടം കൊള്ളാം. ഫാമിലി ഒരു ഹിറ്റായിട്ട് മാറാൻ ചാൻസുള്ള, വളരെയധികം ചാൻസുള്ള ഒരു പടം. ദിലീപിൻ്റെ തിരിച്ചുവരവാണ്, സൂപ്പർ. ആക്ടിംഗ് ഒക്കെ എങ്ങനെയുണ്ട് ആളുടെ? ദിലീപേൻ്റെ ആക്ടിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? കോമഡി ഉണ്ടോ പടത്തിൽ? പഴയൊരു ദിലീപ്, പഴയ കാലത്തുള്ള ഒരു തിരിച്ചുവരയിലൊക്കെ വന്നിട്ടുണ്ട്. ഈ സിനിമയിൽ ഞാൻ ചെയ്തേക്കണ ദിലീപേട്ടയുടെ പെങ്ങണ മോനായിട്ടാണ്. ജസ്റ്റ് ഒരു കുസൃതിയുള്ള ഒരു ക്യാരക്ടർ തന്നെ, ഇങ്ങനെ വലുതായിട്ടൊന്നുമില്ല. ജസ്റ്റ് ദിലീപേട്ടൻ്റെ അടുത്തും എന്താ പറയുക, നമ്മുടെ ഒരു സന്തോഷം. ഞാനിപ്പോൾ ഇതിനു മുന്നേ ഇപ്പോൾ ഞാൻ ഒരു ഫാഡോ എന്ന് പറഞ്ഞ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ഈ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങും ഫാഡോ. ദിലീപേട്ടൻ നമ്മൾ വിചാരിക്കണവരല്ല. നമ്മളിപ്പോൾ ഒരു സ്ക്രീൻ പറഞ്ഞു കൊടുക്കുക, ഇപ്പോൾ ഡയറക്ടർ സ്ക്രീൻ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ദിലീപേട്ടൻ മാറ്റും അത്. ആ സ്ക്രീൻ ശരിക്കും ചെയ്യുന്നത് ദിലീപേട്ടൻ, സിദ്ദിഖ് ഇവരൊക്കെ ശരിക്കും അടിപൊളിയാക്കും. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ദിലീപേട്ടനാണെന്ന് തോന്നില്ല, നമ്മൾ ഫ്രണ്ടിനെ പോലെ നല്ല സപ്പോർട്ടീവാണ്. ദിലീപേട്ടൻ്റെ കൂടെ ആദ്യമായിട്ടാണ്. ഞാനിപ്പോൾ 2-3 സീരിയൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്കൂബിയുടെ ആയിട്ട് ഒരു ആഡ് ചെയ്ത് ഇപ്പോൾ അടുത്തൊരു ഫിലിം റിലീസ് ഫാഡോ എന്നാണ്. അതിപ്പോൾ ഇത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക. വീട് കലൂര്. ഓക്കെ, താങ്ക് യു. ദൃശ്യമാധ്യമങ്ങളെല്ലാം തിയേറ്റർ എക്സ്പീരിയൻസാണ് ചെയ്യേണ്ടത്. എന്തായാലും ഈ സിനിമയിൽ നമ്മൾ തിയേറ്ററിൽ നിന്ന് കണ്ടാൽ ഒരിക്കലും ഒരു നഷ്ടം. തീർച്ചയായിട്ടും പഴയ ഒരു ദിലീപേട്ടൻ എന്നും എന്താണ് പുതുമയുടെ ആൾ തന്നെയല്ലേ, പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. പുതുമയുടെ ദിലീപേട്ടനാണ് എന്നും. അത് നല്ലൊരു മൂവിയാണ്. ചിരിക്കാനും ചിന്തിക്കാനും ആസ്വദിക്കാനും എല്ലാം എല്ലാവരും തിയേറ്ററിൽ നിന്ന് സത്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെ പറ്റിയുള്ളതാണ്. അത് യഥാർത്ഥ ജീവിതമായിട്ട് ബന്ധമുള്ളൊരു കാര്യമാണ്. നല്ലൊരു ഫിലിമാണ്. നല്ലൊരു ആർക്കും ഒരു മുഷിൽ തോന്നാത്തൊരു ഫിലിം. കഴിയുമ്പോൾ ഒരു സന്തോഷം തോന്നുന്ന, ഒരു ഹാപ്പിനെസ് തോന്നുന്ന ഒരു മൂവി അദ്ദേഹം നന്നായിട്ട് ദിലീപേട്ടനും ഹോൾ ക്രൂ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഫാമിലി പടമാണ്. ഫാമിലീസിന് വളരെയധികം ഇഷ്ടപ്പെടും. നല്ലൊരു ഫാമിലി മെസ്സേജുള്ള മൂവി. ഇറ്റ് ഈസ് ഫാമിലി എൻ്റർടൈൻമെൻറ്റ് കം ഡ്രാമ. ദിലീപേട്ടൻ്റെ ആക്ടിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? ദിലീപേട്ടൻ്റെ ആക്ടിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? ദിലീപേട്ടൻ്റെ ആക്ടിങ് സൂപ്പറായിട്ടുണ്ട്. വളരെ എനിക്ക് തോന്നുന്നു കുറേ നാളുകൾക്ക് ശേഷം ദിലീപേട്ടൻ ഇത്രയും കൂടെ സ്റ്റൈലിഷ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നല്ല സൂപ്പറായിട്ട് എല്ലാവരുടെയും നല്ല ക്യാമറ വർക്കും നല്ല രസകരമായിരുന്നു. കോമഡി ഒക്കെ ഉണ്ടോ ബ്രോ? കോമഡി ഫസ്റ്റ് ഹാഫ് നല്ല മുഴുവൻ കോമഡിയാണ്. സെക്കൻഡ് ഹാഫിൽ വളരെ ഒരു സോഷ്യൽ മെസ്സേജ് തരുന്ന ഒരു മൂവിയാണ്. ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനേറിയോയിലുള്ള സോഷ്യൽ മീഡിയയുടെ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ശരിക്കും കാണിക്കുന്ന തരത്തിലുള്ളൊരു മൂവി. വളരെയധികം നല്ലതാണ്. വളരെ നല്ല മൂവി. സൂപ്പർ ഒന്നും പറയാനില്ല. ദിലീപിൻ്റെ ഒരു കം ബാക്ക് തന്നെയാണ് ഈ പടം. കാരണം നല്ല അടിപൊളി സ്റ്റോറി, കോമഡി ഇങ്ങനെ ഒരു ലെവലിൽ കോമഡി ഉണ്ട്. എല്ലാം കൊണ്ട് ഫാമിലി മൂവിയാണ്. ഇപ്പോഴത്തെ ചില ഇൻഫ്ലുവൻസിൻ്റെ എന്താ പറയുക, ഒരു നാറിയ ലെവലിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും താറടി ചൂടാക്കിയിട്ട് ഓരോരുത്തരെ അതൊക്കെ ഒരു എടുത്തു കാണിക്കുന്ന നല്ല അടിപൊളി കണ്ടന്റ്, നല്ല കഥയാണ്, നല്ല അടിപൊളി സ്റ്റോറിയാണ് ഈ പടത്തിൻ്റെ മെയിൻ. ദിലീപ് ശരിക്കും ഒരു തിരിച്ചുവരവാണ് ദിലീപിൻ്റെ. ഇതിൽ മുന്നോട്ട് പോകും.
ദിലീപേൻ്റെ കമ്പാക്ക് അല്ല, ദിലീപേൻ്റെ എവിടെയും പോയിട്ടില്ല, ദിലീപേൻ്റെ ഇവിടെ തന്നെയുണ്ട്. നല്ലൊരു സിനിമയാണ്, നല്ലൊരു ഫാമിലി എൻ്റർടൈനർ സിനിമയാണ്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണണം. ഇത് നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു വ്യക്തിയെ പറ്റി പറയുന്നതും കല്യാണം കഴിക്കാതെ നടക്കുന്ന ഒരാളെ പറ്റി പറയുന്ന ഒരു സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ദാറ്റ്സ് ഓൾസോ നിങ്ങളുടെ കുടുംബമായിട്ട് തന്നെ വന്ന് കാണണം. ക്ലൈമാക്സ് നിങ്ങളെ കരയിപ്പിക്കും, ഹാപ്പിയാകും. എല്ലാം അതിനകത്തുണ്ട്, റൊമാൻസ്, കോമഡി എല്ലാം ഈ സിനിമയിലുണ്ട്. തീർച്ചയായും വന്ന് കാണും. പ്രിൻസ് ഫാമിലി ദിലീപേട്ടൻ്റെ ഒരു വൻ തിരിച്ചറിവ് തന്നെ എന്ന് പറയാം. എന്ന് വെച്ചാൽ നമ്മൾ ആ പടം കണ്ടിറങ്ങിയിട്ടില്ലേ, ഒരുപാട് മെസ്സേജ് മാത്രമല്ല, ചിരിച്ച് മണ്ണ് കപ്പിയെന്ന് പറയാം. അത്രയും നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ നായികയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളൊരു ഇതും കൂടിയാണ്. നമ്മൾ ആ നായിക ദിലീപേട്ടൻ്റെ പടത്തിലാണ് മിക്ക നായകന്മാരും പൊൻതൂവലായിട്ട് വരുന്നത്. ഇതിൽ അതേമാതിരി ഒരു പൊൻതൂവലായിട്ടുള്ള നായികയാണ്. ദിലീപേട്ടന് മസ്റ്റ് ജോഡിയാണ്. അത്രയും പെർഫോമൻസ് ആണ്. ഫാമിലി ഹിറ്റ് എന്ന് പറഞ്ഞാൽ ഫാമിലി ഹിറ്റാണ്. എല്ലാവരും പറഞ്ഞു ദിലീപേട്ടൻ ബാക്കപ്പ് ആയി പോയി എന്ന് പറഞ്ഞാൽ അതാണ്, ആ ഒരു തിരിച്ചറിവാണ്. ദിലീപേട്ടൻ എവിടെയും പോയിട്ടില്ല, ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. നമ്മുടെ രാജകുമാരനായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. സൂപ്പർ മൂവിയാണ്, എല്ലാവരും തിയേറ്ററിൽ മസ്റ്റ് വാച്ചേ. പ്രിൻസ് ആൻഡ് ഫാമിലി തീർച്ചയായിട്ടും മലയാളി പ്രേക്ഷകർ ഫാമിലി ആയിട്ട് തന്നെ മാറുന്ന കാഴ്ചയാണ് കണ്ടത്. ദിലീപേട്ടൻ്റെ ഒരു അതിശക്തമായിട്ടുള്ളൊരു തിരിച്ചുവരവ്, അതേപോലെ തന്നെ നായിക പുതുമുഖമാണെന്ന് തോന്നുന്നു. എന്തായാലും അദ്ദേഹം ദിലീപേട്ടൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ദിലീപേട്ടൻ്റെ ഫാമിലിയിലുള്ള സിദ്ദിഖ് ആയാലും ധ്യാൻ ശ്രീനിവാസനായാലും ബിന്ദു പണിക്കർ ചേച്ചി ആയാലും അങ്ങനെ എല്ലാവരും ആ കുടുംബത്തിലുള്ള എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ജീവിക്കുന്നു എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും ഒരു ഫാമിലി വന്ന് കാണാൻ പറ്റിയ നല്ലൊരു അവധിക്കാല ചിത്രം തന്നെയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ദിലീപേട്ടൻ്റെ രാജകുമാരനായിട്ടുള്ള ഒരു വമ്പൻ തിരിച്ചുവരവ്, ജനപ്രിയ നായകൻ്റെ വമ്പൻ തിരിച്ചുവരവ് ചിത്രം കൂടിയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. നല്ല അടിപൊളിയായിരുന്നു, അഭിനയമൊക്കെ അടിപൊളിയായിരുന്നു. ഇമോഷനാണ് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ടത്. നല്ല കഴിഞ്ഞു. ഭയങ്കര ഫാനാ, അതുകൊണ്ടല്ലേ ഞാൻ സിനിമയിൽ വന്നത്. പടം അടിപൊളി പടമാണ്, നൈസ് പടമാണ്, ഫാമിലി ട്രെൻഡ് പടമാണ്, സൂപ്പറാ. ദിലീപേട്ടൻ അന്യായ രക്ഷയില്ല, പൊളിപ്പടം എന്ന് പറയുക പൊളിപ്പടമാണ്, സൂപ്പർ പടമാണ്. അപ്പോൾ എല്ലാവരും ഈ പടം വന്ന് കാണട്ടെ, സപ്പോർട്ട് ചെയ്യട്ടെ, പടം വിജയിക്കട്ടെ. ഇത് ഞാൻ ഒന്നുകൂടി വന്ന് കാണാനുള്ളൊരു തയ്യാറെടുപ്പാണ്. ഈ നല്ലൊരു സ്റ്റോറിയാണ്, അടിപൊളി ഡയറക്ടറും നല്ലൊരു സിനിമ ചെയ്ത എല്ലാവർക്കും എൻ്റെ വക എല്ലാവർക്കും സ്വാഗതം. സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്ത് കണ്ടൊരു സിനിമയാണ് ഇത്. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷം ദിലീപേട്ടൻ്റെ ഒരു പെർഫോമൻസ് ആണെങ്കിൽ എല്ലാം ആണെങ്കിൽ ഞാൻ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ ഒരു കണ്ടൻ്റാണ് എന്നെ ഒന്ന് എന്താ പറയുന്നു സ്ട്രൈക്ക് ചെയ്തത്. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു കണ്ടൻ്റാണ് അത്. നിങ്ങൾക്കും കൂടി വേണ്ടിയുള്ളൊരു കണ്ടൻ്റാണ്, നിങ്ങൾ കാണുക.